പലരും ഈ സമയം നമ്മൾ സമയം വി ഡി സതീശന് കൊടുക്കുമൊന്നും വേണ്ട, സമയമുണ്ട്, നമുക്കുള്ള പോലെ അങ്ങേർക്കും സമയമുണ്ട്, സമയം എടുക്കാം. ബട്ട് ഇതിൻ്റെ തുടക്കത്തിലുള്ള ഇതുപോലത്തെ വളരെ ഓബ്വിയസായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ് നമ്മൾ പഴയ UDF സർക്കാരുകളുമായിട്ട് തട്ടിച്ച് നോക്കും. പണ്ടൊക്കെ UDF സർക്കാർ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ഇപ്പോഴും പെരുമാറും. 102 സീറ്റൊന്നും വലിയ പ്രശ്നമില്ല. 110 സീറ്റുമായിട്ട് വന്ന കരുണാകരനെ ഒരു മാസത്തിനകം പറഞ്ഞു വിട്ട ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ, ഒറ്റ മാസം. അതുകൊണ്ട് 102 സീറ്റ് എനിക്ക് വലിയ കാര്യമാണ് അങ്ങനെയൊന്നും വിചാരിക്കുന്നു. 102 കോൺഗ്രസ്സുകാർക്ക് വലിയ കാര്യമൊന്നുമല്ല. അവർ 102-ന് 110-ന് വലിച്ച് താഴെയിട്ട ആൾക്കാരാണ് വെറും ഒരു മാസം കൊണ്ട്. നോക്കണം, അതും ഹൈക്കോടതിയുടെ ചെറിയൊരു പരാമർശം വന്നു എന്ന് പറഞ്ഞു. കുറ്റക്കാരനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞു. മുഖ്യമന്ത്രി അറിയാതെ ഇത് നടക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഏത് രാജൻ കേസ്. അതോടെ കരുണാകരനെ കൊണ്ട് രാജിവെപ്പിച്ചു. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു കേട്ടോ. കരുണാകരൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് ജാഥ നടത്തിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. കാരണം ഈ സാധനം കള്ളത്തരമാണ്, രാജനെ കൊന്നതാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കരുണാകരനെ എങ്ങനെയെങ്കിലും, കരുണാകരനോട് നിതാന്തമായ ശത്രുത, കാരണം അടിയന്തരാവസ്ഥയിൽ ഞാൻ ജയിലിൽ പോയില്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളിൽ ഒരുപാട് പേര് ജയിലിൽ പോകുകയും തല്ലുകൊള്ളുകയൊക്കെ ചെയ്ത് എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു വൈരാഗ്യവും വാശിയും മനസ്സിലുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഡിസ്പാഷനേറ്റായിട്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ അന്ന് കോൺഗ്രസ്സുകാർ കരുണാകരൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. പകരം കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ കൂടി തുള്ളിയിട്ട് പുള്ളിയെ താഴെ ഇറക്കി. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ആയല്ലോ. അപ്പോൾ ഇതിപ്പോൾ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടത്, പക്ഷേ അതിലൊരു കരുത്ത് കുറവ് വരുന്നില്ലേ മുഖ്യമന്ത്രിക്ക്? ടെക്നിക്കലി ഒരു കരുത്ത് കുറവും വരേണ്ട കാര്യമില്ല. ടെക്നിക്കലി ഒന്നുമില്ല. ഇപ്പോൾ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അച്യുതാനന്ദന് എന്ത് ശ്വാസം മുട്ടലാണ് അനുഭവപ്പെട്ടത് കോടിയേരി ആഭ്യന്തരം നോക്കുന്നതുകൊണ്ട്? ഒന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല അക്കാര്യത്തിൽ. ആഭ്യന്തരം വേറൊരാൾ നോക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അതല്ല, നിങ്ങൾക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് മറ്റേ ആൾക്ക് അതിനോട് യോജിപ്പില്ല എങ്കിൽ രണ്ടുപേരുടെയും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. സ്ഥാപിത താല്പര്യങ്ങൾ, രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശൻ്റെയും താല്പര്യങ്ങൾ ഒന്നാകുന്ന സന്ദർഭങ്ങളിൽ ഒരു പ്രശ്നമില്ല, അത് പോകും. പക്ഷേ രണ്ടാകും. ഒരു പോലീസുകാരനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. രമേശ് ചെന്നിത്തല അയാളെ ട്രാൻസ്ഫർ ചെയ്യും. വി ഡി സതീശന് പറയാനേ പറ്റുള്ളൂ. വേണമെങ്കിൽ വി ഡി സതീശന് ബോൾഡായിട്ട് ഫയൽ വിളിച്ചു വരുത്തിയിട്ട് ആ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാം, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. അതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ് കേട്ടോ. ഞാനിത് പറയുമ്പോൾ സെർവിങ് IASകാർ തന്നെ എന്നോട് പറഞ്ഞത്, മോഹൻദാസ് ആ പറയുന്നത് ശരിയല്ല, മുഖ്യമന്ത്രിക്ക് ഏത് ഫയലും വിളിച്ചു വരുത്താൻ അധികാരമില്ല, ഇൻഡയറക്റ്റ്ലി അങ്ങേർക്ക് അത് കൊണ്ടുവന്ന് അങ്ങനെ ഒപ്പിക്കാം എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതൊക്കെ സാങ്കേതികമായ ആർഗ്യുമെൻറ്റ്സാണ്. ഞാൻ അവർ പറയുന്നതിന് തള്ളിക്കളയുന്നൊന്നുമില്ല. ബട്ട് പ്രാക്ടിക്കലി ചീഫ് മിനിസ്റ്റർ ക്യാൻ അസേർട്ട് ഹിംസെൽഫ് ഓൺ ഈച്ച് ആൻഡ് എവറി ഫയൽ. അത് ചെയ്യാനുള്ള തൻ്റെ ഇടം വി ഡി സതീശൻ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ഡേഞ്ചറസ് കോൺസിക്വൻസസ് ഉണ്ടാകും. രമേശ് ചെന്നിത്തല വെറുതെ ഇരിക്കുകയൊന്നുമില്ല. അങ്ങേരും ആടിയും തടയും പയറ്റും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ. പുള്ളിക്കറിയാമല്ലോ അത്ര മനസ്സില്ലാതെയാണ് ഈ ആഭ്യന്തരം എനിക്ക് തന്നിരിക്കുന്നതെന്ന് നന്നായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. രമേശ് ചെന്നിത്തല ഇതൊക്കെ ചെയ്യുമെന്ന് വി ഡി സതീശനും അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ പിണറായി വിജയൻ പറഞ്ഞില്ലേ, ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നടന്നു പോയി, അങ്ങനത്തെ ഒരു നടപ്പാണ് വി ഡി സതീശൻ ഇപ്പോൾ നടക്കുന്നത്.